ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, സന്തോഷം കൊണ്ട് മതിമറന്ന് ദൈവപിതാവിനെ പ്രകീർത്തിക്കുന്ന യേശുവിനെ നാം ഇന്ന് സുവിശേഷത്തിൽ കാണുകയാണ്. ബേസ്റ്റ് ഇൻ ടു പ്രൈസ് എന്നുള്ളൊരു പ്രയോഗമുണ്ട്. സന്തോഷം കൊണ്ട് ദൈവത്തെ ഒരു സ്തുതിക്കുന്ന അവസ്ഥ, സ്വയം മറന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അതാണ് നാം ഇന്ന് സുവിശേഷത്തിൽ കാണുന്നത്. ദൈവം യേശുനാഥൻ മതിമറന്നുകൊണ്ട് ദൈവപിതാവിനെ സ്തുതിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവപിതാവേ, ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെച്ചുകൊണ്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനെ ഓർത്ത് യേശുനാഥൻ ദൈവപിതാവിന് നന്ദി അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ജ്ഞാനികളെ ദൈവം യേശുനാഥൻ എതിർക്കുകയല്ല ചെയ്യുന്നത്, ബുദ്ധിമാന്മാരെ തള്ളിപ്പറയുകയല്ല ചെയ്യുന്നത്. മറിച്ച് അവർക്ക് പറ്റിയ തെറ്റെന്ന് പറയുന്നത് തൊട്ടു മുൻപിലുള്ള ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയെ അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ശിശുഹൃദയം ആർക്കെല്ലാം ഉണ്ടായോ അവരെല്ലാവരും ജ്ഞാനത്തെ തിരിച്ചറിഞ്ഞു. യേശുവിൻ്റെ കാലത്തെ ജ്ഞാനികൾ ഫരിസയരും നിയമജ്ഞരുമായിരുന്നു. അവർ ബുദ്ധിമാന്മാരായിരുന്നു, അവർ പഠിച്ചവരായിരുന്നു. അവർ തങ്ങൾ പഠിച്ച പ്രബോധനങ്ങൾ കൊണ്ട് ഒരു മതിൽ പണിയുന്നത് നാം കാണുന്നുണ്ട്. അവർക്ക് ചുറ്റും അവർ പഠിച്ച പ്രബോധനങ്ങളുടെ ഒരു മതിലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രകാശപൂർണവും വളരെ ലളിതവുമായിട്ടുള്ള ജ്ഞാനത്തെ തിരിച്ചറിയുവാനായിട്ട് അവർ പരാജയപ്പെടുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ ശിശുഹൃദയം സ്വന്തമാക്കിയ തൻ്റെ വളരെ സാധാരണക്കാരായിട്ടുള്ള ശിഷ്യന്മാർ, മീൻപിടുത്തക്കാർ, ചുങ്കക്കാരായിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ വളരെ ഗ്രാമീണരായിട്ടുള്ള വ്യക്തികൾ, ഇങ്ങനെ ശിശുഹൃദയം ആർക്കെല്ലാം ഉണ്ടായോ അവരെല്ലാം യേശുവിനെ തിരിച്ചറിയുന്നത് നാം കാണുന്നുണ്ട്. ശിശുഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ ചിലപ്പോൾ ജ്ഞാനികളായിരിക്കും, എങ്കിലും അവർക്കറിയാം തങ്ങളുടെ ജ്ഞാനമെന്ന് പറയുന്നത് ദൈവിക ജ്ഞാനത്തിന് മുമ്പിൽ ഒരു പുൽക്കൊടി പോലെ മാത്രമാണെന്ന്. അത് അവർ വളരെ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ ജ്ഞാനം തങ്ങളെ മുന്നോട്ട് നടത്തുകയില്ല. ദൈവത്തിൻ്റെ ജ്ഞാനം കൂടാതെ ഒരു പടി പോലും, ഒരു ചുവട് പോലും വയ്ക്കുവാനായിട്ട് തങ്ങൾക്ക് സാധിക്കുകയില്ല എന്നുള്ള ഒരു എളിമ നിറഞ്ഞ മനോഭാവം. അതുപോലെ തന്നെ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ടുള്ള ശിശു തൻ്റെ പിതാവിനെ ആശ്രയിക്കുന്നത് പോലെ ഈ ജ്ഞാനികളായിട്ടുള്ള എളിമ നിറഞ്ഞ വ്യക്തികൾ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു. ഇങ്ങനെ ശിശുസഹജമായിട്ടുള്ള ഹൃദയം ആർക്കെല്ലാം ഉണ്ടാകുമോ അവർ എല്ലാവരും യേശുവിനെ തിരിച്ചറിയുന്നു. ദൈവത്തിൻ്റെ പൂർണ്ണത നമുക്ക്, അല്ലെങ്കിൽ ദൈവിക ജ്ഞാനത്തിൻ്റെ പൂർണ്ണത നമുക്ക് സുവിശേഷത്തിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് യേശുനാഥൻ ഉദ്ഘോഷിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ കാണുന്നവ കാണുവാനായിട്ട് അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും ആഗ്രഹിച്ചു, എന്നാൽ അവർ അത് കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കുവാൻ ആഗ്രഹിച്ചു, പക്ഷേ അവർ കേട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ അവർക്ക് സംഭവിച്ചത്, അവർ ജ്ഞാനികളായിരുന്നു, പക്ഷേ അവർ നിഴലുകൾ മാത്രമാണ് കണ്ടത്. എന്നാൽ ഇവിടെ ശിഷ്യന്മാർ ആ സബ്സ്റ്റൻസിനെ, ജ്ഞാനത്തെ തന്നെ, യേശുവിനെ തന്നെ നേരിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. ആ അനേക നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ദാവീദ്, അബ്രഹാം, മോശ, യേശയ്യ, ഇങ്ങനെ അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും ആ ദൈവം നൽകിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം കാണാനായിട്ട് ആഗ്രഹിച്ചവരാണ്. എന്നാൽ അവർക്ക് അതിൻ്റെ നിഴലുകൾ മാത്രമാണ് കാണാനായിട്ട് സാധിച്ചത്. ഇവിടെ ശിശുസഹജമായിട്ടുള്ള ശിഷ്യന്മാർ ഇവിടെ ജ്ഞാനത്തിൻ്റെ പൂർണ്ണത യേശുവിൽ അവർ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഇത് ഇന്ന് സ്വന്തമാണ്. ദൈവത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള വെളിപാട് നമുക്കിന്ന് സ്വന്തമാണ്. സുവിശേഷത്തിലൂടെ, സഭയുടെ പാരമ്പര്യത്തിലൂടെ, കൂദാശകളിലൂടെ നമുക്ക് ഇന്ന് എല്ലാം സ്വന്തമാണ്. ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ എല്ലാം നമുക്ക് സ്വന്തമാണ്. പക്ഷേ
നമുക്ക് തൊട്ടു മുൻപിലുള്ള ഈ ജ്ഞാനത്തെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫരിസേയർക്കും നിയമജ്ഞർക്കും പറ്റിയ അബദ്ധം, ആ ട്രാജഡി, ആ ദുരന്തം നമുക്കും സംഭവിക്കുമോ? യേശു നമ്മുടെ തൊട്ടു മുൻപിലുണ്ട്. നാം തിരിച്ചറിയുന്നുണ്ടോ? കൂദാശകളിൽ, സുവിശേഷ വചനങ്ങളിൽ യേശുവുണ്ട്. യേശുവിൻ്റെ പ്രബോധനങ്ങളുണ്ട്, സത്യമുണ്ട്. ഈ സത്യം സ്വന്തമാക്കിയാൽ മാത്രമേ നമുക്ക് പൂർണ്ണത ലഭിക്കുകയുള്ളൂ, ജ്ഞാനത്തിൻ്റെ പൂർണ്ണത ലഭിക്കുകയുള്ളൂ. സത്യത്തെ പുൽകാനായിട്ട് ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷ നേടുവാനായിട്ടും സാധിക്കുകയുള്ളൂ. തൊട്ടു മുൻപിലുള്ള യേശുവിനെ കണ്ടെത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.